വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 39 വരെ. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ട് പിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടിത്തുണി കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പഴയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വയ്ക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയത് ഏറെ നല്ലത് എന്ന് പറയും. ലൂക്കോസ് തന്റെ സുവിശേഷം ഒരു പ്രത്യേക ക്രമത്തിലാണ് എഴുതുന്നത്. ആ ക്രമം വളരെ വിചിത്രമായി തോന്നും. പലപ്പോഴും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വൈരുദ്ധ്യം നിറഞ്ഞ കാര്യങ്ങൾ അടുത്തടുത്ത് എഴുതുകയാണ് താൻ ചെയ്യുന്നത്. നാം അത് തുടക്കത്തിലെ അധ്യായങ്ങളിൽ കണ്ടു. ഈ അധ്യായത്തിലും നമുക്കത് കാണാൻ കഴിയും. പുരോഹിതന്മാരറിയേണ്ടതിന് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി പുരോഹിതന്റെ അടുത്തേക്ക് അയക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും പാപമോചനത്തിന് മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിനു വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്നു. അതൊരു വീട്ടിൽ വെച്ചായിരുന്നു. ആ വീട്ടിൽ യഹൂദയിലും യെരുശലേമിലും ഗലീലയിലുമുള്ള ശാസ്ത്രിമാരും പരീശന്മാരും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അടുത്തതായി നാം വായിക്കുന്നത്, യേശു പിന്നെയും ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. എന്നാൽ ഈ വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ പരീശന്മാരെ പോലെയോ ശാസ്ത്രിമാരെ പോലെയോ ഭക്തരായ നല്ല ആളുകളല്ല, മറിച്ച് കുറ്റവാളികളാണ്, ക്രിമിനൽസാണ്. സമൂഹത്തിൽ ഒരു മാന്യതയുമില്ലാതെ അഴിമതി ചെയ്യുന്ന, ദേശത്തെ വഞ്ചിക്കുന്ന ആളുകളാണ് ഈ വീട്ടിൽ യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് തോന്നും. 27-ാം വാക്യത്തിലാണ് അതിൻ്റെ തുടക്കം. അതിന് ശേഷം അവൻ പുറപ്പെട്ടു ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. ചുങ്കക്കാരൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി യഹൂദന്മാരിൽ നിന്നും കരം പിരിക്കുന്നയാളാണ്. കരം പിരിച്ച് ഗവൺമെന്റിന് കൊടുക്കുന്നു. യഹൂദന്മാരെ ഭരിക്കുന്നത് ഇറ്റലിക്കാരായ റോമക്കാരാണ്, വിദേശികളാണ്. ഇറ്റലിക്കാരിൽ ആരെങ്കിലും ഒരാൾ വന്ന് യഹൂദ നാട്ടിൽ നിന്ന് കരം പിരിക്കുകയാണെങ്കിൽ അതവർക്ക് മനസ്സിലാവും. അവർ ഞങ്ങളെ തോൽപ്പിച്ചതാണല്ലോ, അവർ ഞങ്ങളുടെ നിന്ന് കരം പിരിക്കുന്നു. എന്നാൽ യഹൂദന്മാരിൽ ഒരുത്തൻ തന്നെ ഇറ്റലിക്കാർക്ക് വേണ്ടി കരം പിരിക്കുന്നു. യാതൊരു രാജ്യസ്നേഹവുമോ വർഗസ്നേഹമോ ഇല്ലാത്ത, സ്വന്തം ആളുകളെയും സ്വന്തം രാജ്യത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു ചുങ്കക്കാരൻ, പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന അഴിമതിക്കാരൻ. ഈ ചുങ്കക്കാരെ ആളുകൾ വെറുക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു നിശ്ചിത തുക അവർ പിരിച്ച് റോമൻ ഗവൺമെന്റിന് കൊടുക്കണം. പക്ഷേ അവർ എത്ര രൂപ ആളുകളിൽ നിന്ന് പിരിക്കണം എന്ന് ചുങ്കക്കാർക്ക് തീരുമാനിക്കാം. അവർക്കിഷ്ടമുള്ള തുക അവർ ആളുകളിൽ നിന്ന് ബലാത്കാരേണ വാങ്ങിയിട്ട് റോമിന് കൊടുക്കാനുള്ളത് കൊടുക്കും, ബാക്കി അവർ കീശയിലിടും. അതുകൊണ്ട് ചുങ്കക്കാർ മിക്ക പേരും വലിയ ധനികരായിരുന്നു.
കുറേ പണം ആളുകളിൽ നിന്ന് മേടിക്കുക, അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഗവൺമെൻറ്റിന് കൊടുത്ത് ബാക്കി മുഴുവൻ പോക്കറ്റിലിടുക. ഇതിലും നല്ലൊരു ബിസിനസ് ഉണ്ടോ? ആ ബിസിനസ് ചെയ്തുകൊണ്ട് തൻ്റെ ഓഫീസിലിരുന്ന ആളാണ് ലേവി. അവിടെ ചെന്ന് യേശു അവനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കാം. ഇത് കേട്ടതും ലേവി സകലവും വിട്ട് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്ന് നാം വായിക്കുന്നു. എല്ലാ ദിവസവും വളരെയധികം പണമുണ്ടാക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലേവി. കുറേയധികം പണം ആളുകളിൽ നിന്ന് വാങ്ങുന്നു, ഒരു ചെറിയ അംശം ഗവൺമെൻറ്റിന് കൊടുക്കുന്നു, ബാക്കി മുഴുവൻ കീശയിലിടുന്നു. ഇത്രയും പണം ഉണ്ടാക്കുന്ന ഈ ജോലി ചെയ്യുന്ന ആളുടെ ഓഫീസിൽ ചെന്ന് യേശു അയാളോട് പറയാം, നീ എൻ്റെ പുറകെ വരിക എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും ലാഭമുള്ള പണി വിട്ടിട്ട് ലേവി യേശുവിൻ്റെ പുറകെ പോയത്? സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ലേവി അത് ചെയ്തത്? എന്തുകൊണ്ടാണത് ചെയ്തതെന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം. ഒരു റബിയും ഒരു ഗുരുവും ഒരു ആത്മീയ നേതാവും ഒരു ചുങ്കക്കാരനോട് സംസാരിക്കില്ല, അവൻ്റെ വീട്ടിൽ പോവുകയില്ല, ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ചുങ്കക്കാരനെ വിളിക്കുകയില്ല, അവൻ്റെ വീട്ടിൽ പോവുകയില്ല, അവനെ നമ്മുടെ വീട്ടിലേക്കും വിളിക്കുകയില്ല. കാരണം അവൻ ദേശദ്രോഹിയാണ്, എല്ലാവരാലും വെറുക്കപ്പെട്ട പാപിയാണ്. അവനെ ഒരു മീറ്റിങ്ങിന് വിളിച്ച് അവൻ മാനസാന്തരപ്പെടാൻ ഒരു ഗുരുവും ഉദ്ദേശിക്കുന്നില്ല. ഒരു റാബിയും ഒരിക്കലും ഒരു ചുങ്കക്കാരനെ വിളിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഈ ഗലീലക്കാരനായ ചെറുപ്പക്കാരനായ ഗുരു ഒരു ചുങ്കക്കാരൻ്റെ ഓഫീസിൽ ചെന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലാതെ അവൻ ചുങ്കം പിരിക്കാതിരിക്കുന്ന ഒരു സമയത്ത് ഇനി ചുങ്കം പിരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് വിളിക്കുകയല്ല, ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ വിളിക്കുകയാണ്, നീ എൻ്റെ കൂടെ വാ. ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ലേവി തൻ്റെ തൊഴിൽ വിട്ട് യേശുവിനെ അനുഗമിച്ചത്. നീ ആരായിരിക്കുന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല എന്ന് യേശു ലേവിയോട് പറഞ്ഞു. നീ എൻ്റെ കൂടെ വാ, നീ എന്നെ അനുഗമിക്കുക. ഒരിക്കലും ഒരു ഗുരുവും പറയാത്ത കാര്യം യേശു പറഞ്ഞു. അതുകൊണ്ടാണ് ലേവി തന്നെ അനുഗമിച്ചത്. അടുത്തതായി നാം വായിക്കുന്നത്, ലേവി തൻ്റെ വീട്ടിൽ ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവനോടുകൂടെ പന്തിയിലിരുന്നു. തൊട്ടു മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ യേശു വന്നു. അവിടെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ വന്നു. ഒരുപക്ഷെ അല്പം ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നിരിക്കാം ആ വീട്ടുടമസ്ഥൻ, അതുകൊണ്ടാണ് അവരൊക്കെ വന്നത്. എന്നാൽ ലേവിയുടെ വീട്ടിൽ ഭക്തിയുള്ള ആരും വരികയില്ല. ഒരു പരീശനും ഒരു ശാസ്ത്രിയും അവൻ്റെ അതിരിനകത്ത് കാലുവയ്ക്കില്ല. പക്ഷെ ലേവി ഒരു വലിയ സന്തോഷ സദ്യ ഒരുക്കി. ആ സദ്യയിൽ യേശു വരുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. യേശുവിനെ വിളിച്ചു. യേശു വന്നു. പിന്നെ താൻ ചെയ്തത്, എൻ്റെ വീട്ടിൽ മാത്രം വരുന്ന ചില ആളുകളുണ്ടല്ലോ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചുങ്കക്കാർ, സമൂഹം വെറുക്കുന്ന, മതഭക്തർ വെറുക്കുന്ന, ദൈവഭക്തിയുള്ള എല്ലാവരും ഒഴിവാക്കുന്ന ചുങ്കക്കാരും പാപികളും, അവരെ ലേവി തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അവരോടൊപ്പം യേശു ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും എന്തെന്നില്ലാത്ത വെറുപ്പും വിരോധവും തോന്നി. കാരണം ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർ യേശുവിനോടുകൂടെ പന്തിയിലിരുന്നു. ഇന്ന് ആ യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ പോയി പന്തിയിരിക്കുന്നു. അവർക്ക് ദേഷ്യം വരാതിരിക്കുമോ? അവരൊരു പക്ഷെ ഓർത്ത് കാണും, ഇയാൾ ഇത്രക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും അവൻ്റെ കൂടെ പന്തിക്ക് പോവുകയില്ലായിരുന്നു. അത് അവർ ഉറക്കെ പറഞ്ഞു. ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്,
നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. അവർക്കൊട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് യേശു ചെയ്തത്. അവരുടെ അനിഷ്ടം അവർ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തി. എന്താണ് ഇവിടെ യേശു ചെയ്യാൻ ശ്രമിക്കുന്നത്? യേശു ആരെയും എഴുതി തള്ളിയില്ല. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെക്കുറിച്ച് നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അവൻ രക്ഷപ്പെടുകയില്ല, അവൻ ഒരിക്കലും ഗുണം വരികയില്ല, അവൾ പോക്ക, അവളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം, ഒരു മടങ്ങി വരവ് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ അനേകരെ കുറിച്ച് പറയും. പക്ഷേ യേശു കർത്താവ് ഒരിക്കലും ആരെക്കുറിച്ചും അങ്ങനെ പറയുകയില്ല. എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. എല്ലാവരെയും യേശു ഒരുപോലെ സ്നേഹിക്കുന്നു. തനിക്ക് യാതൊരു പക്ഷാഭേദവുമില്ല. സമൂഹത്തിലെ ഏറ്റവും ഹീനനായ വ്യക്തിയെയും രക്ഷിക്കുവാൻ യേശു തയ്യാറാണ്. അവനതിന് മനസ്സുണ്ട്. ചുങ്കക്കാരനായാലും എത്ര ഹീന പാപിയായാലും യേശുവിൻ്റെ അടുക്കൽ അവന് വരാം. അത് മത്തായി എന്ന് പിന്നീട് പേര് ഇട്ട ലേവിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ലേവി ഒരു ഒരുക്കിയിട്ട് തൻ്റെ സുഹൃത്തുക്കളെ മുഴുവൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. യേശുവിനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ചില ആളുകൾ അവർ വളരെയധികം അങ്ങ് മാറും. ഞാനിത് നല്ല അർത്ഥത്തിൽ അല്ല പറയുന്നത്. യേശുവിനെ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും, സംശയമില്ല. പാപ സ്വഭാവങ്ങൾ വിട്ട് നാം ദൈവീക സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും, അതിന് സംശയമില്ല. എന്നാൽ നമ്മുടെ പഴയ ജീവിതത്തിൽ പങ്കാളികളായിരുന്ന ആളുകളെ, അവരെ എഴുതിത്തള്ളരുത്. നമ്മെപ്പോലെ തന്നെയാണ് അവരും. കർത്താവിന് അവരുടെ ജീവിതത്തിലും വ്യത്യാസം വരുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് അവരെ കർത്താവിന് പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ശുശ്രൂഷയാണ്. അതാണ് ലേവി ഇവിടെ ചെയ്തത്. സമൂഹം എഴുതിത്തള്ളിയ എല്ലാവരെയും താൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ചില ആളുകൾ അവരുടെ പഴയ കാലം പെട്ടെന്നങ്ങ് മറക്കും. ദൈവസന്നിധിയിൽ ദൈവമകനായി തീർന്നു സഭയിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാവം കണ്ടാൽ തോന്നും അവരുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണ് അവർ ദൈവസന്നിധിയിലായിരിക്കുന്നതെന്ന്. തീർച്ചയായുമല്ല. ദൈവം അവരോട് കൃപ കാണിച്ചതുകൊണ്ടാണ് അവർ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അത് മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിക്കാരിയ ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സംഭാഷണത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവൾ അത്ര വലിയ ധാർമ്മിക നിലവാരം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയല്ല. അവൾ യേശു മശീഹയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ പട്ടണത്തിൽ പോയി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ് മനുഷ്യനെ വന്ന് കാണുക, പക്ഷെ അവൻ മശീഹയായിരിക്കും. അവൾ ചെയ്ത കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. പക്ഷേ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ നല്ലവളായി എന്നല്ല, മറിച്ച് എൻ്റെ പഴയ ജീവിതം, അതിനെക്കുറിച്ച് അവൾ മറന്നില്ല. അവൾ പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ ആളെ വന്ന് കാണുക. അതാണ് ദൈവകൃപ. അർഹതയില്ലാത്തത് എനിക്ക് ലഭിച്ചെങ്കിൽ അനർഹമായത് ഞാനും നൽകണം. അർഹതയില്ലാത്ത സ്നേഹം ദൈവം എന്നോട് കാണിച്ചെങ്കിൽ അർഹതയില്ലാത്തവരോട് ഞാനും സ്നേഹം കാണിക്കണം. ദൈവകൃപ എനിക്ക് ലഭിച്ചെങ്കിൽ അത് മറ്റുള്ളവർക്കും ലഭിക്കുവാൻ ഇടയാകണം. ദൈവകൃപ നമ്മിലൂടെ ഒഴുകുവാൻ നാം ഒരു ചാനലായി മാറണം. ലേവി അതാണ് ചെയ്തത്. ഇതിനെതിരെ പരാതി പറഞ്ഞവരോട് യേശു പറയുകയാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഒരസുഖവുമില്ലാത്ത ആരും വൈദ്യനെ കാണാൻ പോയില്ലല്ലോ, മരുന്ന് കഴിക്കില്ലല്ലോ. ഇവിടെ ഇതാ പാപികൾ, ചുങ്കക്കാർ, അവർ തെറ്റുകാരാണെന്ന് സമ്മതിക്കാൻ അവർക്കൊരു വിഷമവുമില്ല. ഞാൻ അവർക്ക് വേണ്ടിയാണ് വന്നത്. അവർക്ക് പാപമോചനം നൽകുവാനാണ് ഞാൻ വന്നത്. പരീശന്മാർ, ശാസ്ത്രിമാർ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലിരുന്ന് ഒരു പക്ഷവാത രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നവർ കണ്ടതാണ്. യേശു സൗഖ്യം നൽകിയത്
മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിച്ചു കൊടുക്കാൻ അധികാരമുണ്ട് എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൽ ഒരു പരീശൻ, ഒരു ശാസ്ത്രി പോലും കർത്താവ് എന്നാൽ എൻ്റെ പാപം ക്ഷമിച്ചു തരുമോ എന്ന് ചോദിച്ചില്ല. കാരണം അവർ പാപികളാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ ലേവിയുടെ വീട്ടിൽ വന്ന ആർക്കും താനൊരു പാപിയാണെന്ന് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇവർക്കാണ് എന്നെ കൊണ്ട് ആവശ്യം. രോഗസൗഖ്യം കണ്ട ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും മനുഷ്യപുത്രന്റെ പാപക്ഷമ വേണ്ട. കാരണം അവർ വിചാരിക്കുന്നത് അവർ നല്ലവരാണെന്നാണ്. ഈ ആളുകൾക്ക് പാപക്ഷമ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എന്ന് അവരോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അവർ മറ്റൊരു പരാതിയുമായി വരികയാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ നല്ല തീറ്റിയാണ്, എപ്പോഴും നല്ല ഭക്ഷണവും കഴിച്ച് വീഞ്ഞും കുടിച്ച് നടക്കുകയാണ്, അവരെന്താ ഉപവസിക്കാതെ? ഇതിൻ്റെ മറുപടി കർത്താവ് പറഞ്ഞത് എന്നെ അതിശയിപ്പിക്കുകയാണ്. താൻ പറയുകയാണ്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്ന് വച്ചാൽ, ഞാനും യോഹന്നാൻ സ്നാപകനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്നല്ല താൻ പറഞ്ഞത്. ഞാനും യോഹന്നാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് വ്യത്യാസം? ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മണവാളനാണ്. ഒരു കല്യാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മണവാളനാണ്. അതുപോലെ ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. എൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷപരിപൂർണതയുണ്ട്. ഇവിടെ ആരും ഉപവസിക്കുകയില്ല എന്ന് താൻ പറഞ്ഞു. എന്നാൽ ഞാനില്ലാത്തപ്പോൾ അവർ ഉപവസിക്കുമെന്നും പറഞ്ഞു. യേശു ഇവിടെ ഒരു വളച്ചുകെട്ടുമില്ലാതെ പറയുകയാണ്, ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. യേശു ക്രിസ്തു ദൈവപുത്രനല്ലായിരുന്നെങ്കിൽ ഇത്രയും അഹങ്കാരം നിറഞ്ഞൊരു വാക്ക് ഒരു ഗുരുവും പറയാൻ പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു അത് പറഞ്ഞതിൻ്റെ കാരണം ആ പറഞ്ഞത് സത്യമായിരുന്നതുകൊണ്ടാണ്. താനാണ് ഈ പ്രപഞ്ചത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. തൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത ഉണ്ട്. അവിടെ ആരും ഉപവസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവൻ നമ്മോടൊപ്പം ഇല്ലാത്തപ്പോൾ, തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്നും താൻ മാറ്റപ്പെടുമ്പോൾ അന്ന് അവർ ഉപവസിക്കുമെന്നും താൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഉപവസിക്കില്ല. താൻ അതിന് 2 ഉപമ പറഞ്ഞു. പഴയ തുണിയും പുതിയ തുണിയും തമ്മിൽ ആരും കൂട്ടി തയ്ക്കില്ലല്ലോ, കാരണം അത് കീറിപ്പോകും. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വയ്ക്കുകയില്ല. തുരുത്തി എന്ന് പറഞ്ഞാൽ തൊകല് കൊണ്ടുണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അതിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു കഴിയുമ്പോൾ ഈ വീഞ്ഞ് പുളിക്കുമ്പോൾ അത് കുറച്ച് വികസിക്കും. തൊകല് കൊണ്ടുള്ള പാത്രമായതുകൊണ്ട് ആ തൊകല് വലിയും. അങ്ങനെ അത് കുറച്ച് വലുതാവും. അപ്പോൾ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിച്ചു വെച്ച് കഴിയുമ്പോൾ ആ വീഞ്ഞ് പഴതാകുമ്പോൾ തുരുത്തി വലുതാകും, അത് വലിയും. ആ പഴയ തുരുത്തിയിൽ പിന്നെയും പുതിയ വീഞ്ഞ് ഒഴിച്ചു വെച്ചാൽ ഇനി ആ തുരുത്തിക്ക് വലുതാകാനുള്ള ശക്തിയില്ല, പരമാവധി വലുതായി കഴിഞ്ഞു. എന്നാൽ പുതിയ വീഞ്ഞ് വികസിക്കുമ്പോൾ ഈ പഴയ തുരുത്തി പൊട്ടിപ്പോവും. അതവർക്ക് പരിചയമുള്ള കാര്യമാണ്. ആ ഉപമയാണ് താൻ അവരോട് പറഞ്ഞത്. ഒരു കാരണവശാലും എന്നെയും യോഹന്നാൻ സ്നാപകനെയും തമ്മിൽ താരതമ്യം ചെയ്യണ്ട. കാരണം ഞാൻ ദൈവപുത്രനാണ്, യോഹന്നാൻ സ്നാപകൻ വെറുമൊരു പ്രവാചകനാണ്. യേശു താൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ ചെയ്തത്. തൻ്റെ പഠിപ്പിക്കലുകളും തന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമെല്ലാം യേശു വാസ്തവത്തിൽ ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നവയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അനർഹമായ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ധാരാളമായി നൽകിയ അവിടുത്തെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെയും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ നിലയെ വാരത്തിൽ അഹങ്കരിക്കുകയല്ല, മറിച്ച് അനർഹമായ ദൈവകൃപ ലഭിച്ച ആളുകൾ എന്ന നിലയിൽ
മറ്റുള്ളവരെയും കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന്